ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വെൽക്കം ടു മാളൂസ് ടൈലറിംഗ് ക്ലാസ് ഇൻ ഷാർജ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബേസിക് ക്ലാസ് നമ്പർ 5 സിമ്പിളായിട്ട് സ്കേർട്ട് എങ്ങനെ തയ്ക്കാമെന്നാണ്. അതിന് നമുക്ക് ആകെ വേണ്ട 2 മെഷർമെൻറ്റ്സാണ് ആവശ്യമുള്ളത്. ഒന്ന് വന്നിട്ട് സ്കേർട്ടിൻ്റെ നീളം, പിന്നെ ഹിപ്പിൻ്റെ റൗണ്ട്. സ്കേർട്ടിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് സ്കേർട്ട് ഇടുമോ അവിടെ തൊട്ട് താഴെ വരെയുള്ള നീളം. ഓക്കെ, അത് 30 ഇഞ്ചാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് 2 ഇഞ്ച് എലാസ്റ്റിക്കിന് മടക്കി അടിക്കാനും കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഒരു 32 ഇഞ്ച് നീളം എടുക്കാം. മനസ്സിലായല്ലോ? 30 ഇഞ്ചാണ് എവിടം തൊട്ട് ഇടുന്നോ അവിടം തൊട്ട് താഴെ വരെയുള്ള ലെങ്ത്ത് 30 പ്ലസ് 2 ഇഞ്ച് നാടയല്ല എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട്. പിന്നെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് എവിടെയാണോ പാവാട ഇടുന്നത് അതിൻ്റെ റൗണ്ടാണ് ഹിപ്പ് റൗണ്ട്. ഓക്കെ, അതെടുക്കുക. പ്ലസ് അതിൻ്റെ ഒപ്പം ഒരു 4 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സ്റ്റിച്ചിങ് ക്യാപ്പും. ഓക്കെ, 29 ഇഞ്ചാണ് നമ്മുടെ പാവാട ഇടുന്ന അവിടുത്തെ റൗണ്ട്. അതിൻ്റെ ഒപ്പം 4 ഇഞ്ച് കൂടി ലൂസ് ചേർക്കുക. അപ്പോൾ പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കുമ്പോൾ നമുക്ക് 34 ഇഞ്ച് വരും. ഓക്കെ, 34 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട്. അപ്പോൾ നമ്മൾ 2 കാൽക്കുലേഷൻ കിട്ടി. 34 ഇഞ്ചും പിന്നെ അതിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെത് 32 ഇഞ്ചും. പിന്നെ നമുക്ക് എലാസ്റ്റിക്കിന് വന്നിട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണ്? നമ്മുടെ ചുറ്റളവ്, നമ്മുടെ പാവാട ഇടുമ്പോഴുള്ള ഹിപ്പിൻ്റെ ചുറ്റളവ് വന്നിട്ട് പാവാട ഇടുന്നവിടെ ചുറ്റളവ് വന്നിട്ട് 29 ഇഞ്ചാണ്. അപ്പോൾ അതിനെ മൈനസ് ഒരു 6 വെച്ച്, എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ, ഒരു 6 ഇഞ്ച് വെച്ചിട്ട് മൈനസ് ചെയ്യുമ്പോൾ 6 ഇഞ്ച് വെച്ച് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണോ അതാണ് നമുക്ക് എലാസ്റ്റിക്കായിട്ട് എടുക്കുക. അപ്പോൾ 29 ഇഞ്ച് എന്ന് പറയുമ്പോൾ 23 ഇഞ്ച് എലാസ്റ്റിക് എടുത്താൽ മതിയാവും നീളം. അപ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറിയല്ലോ, ഇലാസ്റ്റിക് എത്ര എടുക്കും എന്നുള്ള കൺഫ്യൂഷൻ. നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് എടുക്കുമ്പോൾ അതിൽ നിന്നും ഹിപ്പ് റൗണ്ട് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ വേണ്ട, നമ്മൾ എവിടെ പാവാട ഇടുന്ന ആ റൗണ്ടിനാണ് ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 29 ഇഞ്ചാണ് നമ്മൾ അവിടെ ചുറ്റി ടേപ്പ് വെച്ച് നോക്കിയപ്പോൾ ആ അതിൻ്റെ അളവിന് നമുക്കൊരു 6 മൈനസ് ചെയ്താൽ മതി. അതുമാതിരി ഹിപ്പ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അളവെടുക്കുമ്പോൾ 29 ഇഞ്ചും പ്ലസ് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പും പ്ലസ് 1 ഇഞ്ച് സ്റ്റിച്ചിങ് ക്യാപ്പും. അഡൾട്ടിനാണ് ഇങ്ങനെ എടുത്താൽ മതി, കുട്ടികൾക്കാണ് ഇങ്ങനെ എടുത്താൽ മതി. അതാണ് നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മീറ്റർ തുണിയുണ്ട്. അതിലിപ്പം നമുക്ക് നീളം വന്നിട്ട് 30 എത്രയാണോ നമുക്ക് നീളം എടുക്കേണ്ടത് നീളം എടുക്കുക. വീതി നമുക്ക് നമുക്ക് ചുരുക്ക് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കിതിൽ തുണി കൂടുതലെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് തുണി 2ആക്കി മടക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മടക്കം നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ മടക്കി വെക്കണത്. ഓക്കെ, നമ്മളതിങ്ങനെ മടക്കി വെക്കുക. മടക്കിയിട്ട് 2ആക്കി ഇതിങ്ങനെ മടക്കിയിട്ട് അതേമാതിരി തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കിതിൽ വീതി നമുക്കിത് മൊത്തം തന്നെ എടുക്കാവുന്നതാണ്. ഞാൻ പറയാം, നമുക്ക് ഹിപ്പ് റൗണ്ട് ഇപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് നമ്മൾ എടുത്തിരുന്നെങ്കിലും 34 ഇഞ്ച് എടുത്തിരുന്നെങ്കിലും നമുക്ക് ഫ്രില്ല് വെച്ച് വരുമ്പോൾ നമുക്ക് കൂട്ടിയെടുക്കണം. ഓക്കെ, അപ്പോൾ തുണി ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഫസ്റ്റ്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ നീളം എത്രയാണ് നമുക്ക് എന്നുള്ളത് മാർക്ക് ചെയ്യുക. അതിന് മുമ്പ് വീതി നമുക്ക് നോക്കുക. ഇതിപ്പോൾ 26 ഇഞ്ചുണ്ട്. അപ്പോൾ 26 ഇഞ്ച് മേളിലും 26 ഇഞ്ച് താഴെയുണ്ട്. അതായത് ചുരുക്ക് വെച്ച് വരുമ്പോൾ നമ്മളിപ്പോൾ ഹിപ്പ് റൗണ്ട് എന്ന് പറഞ്ഞാൽ 34 ഇഞ്ചാണ് പറഞ്ഞു. അത് നമുക്ക് അത്യാവശ്യം അതെങ്കിലും നമുക്ക് ലൂസിന് വേണം. ഇതിപ്പോൾ ലെങ്ത്ത് വന്നിട്ട് 32 ഇഞ്ച്. കൺഫ്യൂഷൻ വരണ്ട, നോക്കുക. 30 ഇഞ്ച് നീളം, അതിൻ്റെ ഒപ്പം എലാസ്റ്റിക്കിന് മടക്കി 32 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ആ നീളമാണ് നമ്മൾ ഇപ്പോൾ എടുക്കുക. തുണി മടക്കി വെച്ചിട്ടുണ്ട്. നോക്കുക, ഫസ്റ്റ് നമുക്ക് നീളം മാർക്ക് ചെയ്യുക. ശ്രദ്ധിച്ച് നോക്കുക. ഒരു പ്രാവശ്യം കണ്ടില്ല എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ, മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ആ ഒരു നീളം നമ്മൾ അങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ട് നമുക്ക് 34 ഇഞ്ചാണ് വന്നത്. 34 ഇഞ്ചിൻ്റെ ഒപ്പം അതിൽ നമുക്ക് ഒരു 15-20 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാൻ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളത് എലാസ്റ്റിക് വെച്ചിട്ട് ചുരുക്ക് വെച്ച് ചെയ്യുന്നതാണ്. ആ ഒരു കാരണം കൊണ്ട്. അപ്പം നീളത്തിന് ഞാൻ മാർക്ക് ചെയ്യാനാണ്. നമ്മുടെ നീളം എത്രയാണോ നീളം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 29 ഇഞ്ചും എത്രയാണോ നമ്മുടെ നീളം എന്നുള്ളത് നോക്കുക. ഇൻക്ലൂഡിങ് നമുക്ക് എല്ലാം എലാസ്റ്റിക് മടക്കി അടിക്കാൻ എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു 31 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ കാണിച്ച 32 ഇഞ്ച് മാർക്ക് ചെയ്യുക. 32 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ ഒരു ലൈനാണ് നമ്മുടെ ടോട്ടൽ ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ അതവിടെ അങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കുക.
ടേപ്പ് വെച്ചിരിക്കാൻ നമ്മൾ എപ്പോഴും താഴത്തുനിന്ന് മേലേക്ക് നമ്മൾ അളക്കുക എത്രയാണോ നീളം എന്നുള്ളത്. 32 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നത് താഴത്തുനിന്ന് മേലേക്ക് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് അത് മൊത്തം ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. തുണി രണ്ടാക്കി മടക്കിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ വീതി ഇത് മുഴുവൻ എടുക്കുന്നുണ്ട്. അതപ്പോൾ ഇതിൻ്റെ വീതി വന്നിട്ട് നമുക്ക് 26 ഇഞ്ച് മേളിലും 26 ഇഞ്ച് താഴെയും, അതായത് 52 ഇഞ്ച് വരുന്നുണ്ട്. നമ്മുടെ ഹിപ്പ് റൗണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 34 ഉള്ളൂ. അപ്പോൾ 20 ഇഞ്ച് വീതി ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ മെഷർമെൻറ്റ് പ്രകാരം അത്രയേ ഉള്ളെങ്കിലും നമ്മൾ ചുരുക്ക് വെച്ചിട്ട് എലാസ്റ്റിക് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തുണി ഇതായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും എടുക്കുന്നുണ്ട്. 52 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ തുണി ഇങ്ങനെയാണ് ഉള്ളത്. നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. എലാസ്റ്റിക്കിൻ്റെ കണക്ക് മെഷർമെൻറ്റ് മനസ്സിലായി. 29 ഇഞ്ചാണ് നമ്മുടെ എലാസ്റ്റിക്, നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ടെങ്കിൽ അതിന് 6 ഇഞ്ച് കുറച്ചിട്ടുള്ള എലാസ്റ്റിക്, 1 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൽ കൂടെ തെച്ചെടുക്കാം കേട്ടോ. അതായത് തുണി രണ്ടാക്കി മടക്കിയ തുണിനെ ചീത്ത വശത്താണ് തെക്കുന്നത്, നല്ല വശത്തല്ല. ചീത്ത വശത്ത് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് മേള് വരെയും ആ 2 കൂടി ചേർക്കുമ്പോൾ എന്താവും, റൗണ്ട് വരും. നമ്മൾ ആ 2 തുമ്പും കൂടി വെച്ചിട്ട് ഇപ്പം ഞാൻ വരയ്ക്കുന്ന മാതിരി തന്നെ ചെയ്തു വരാം. ഇത് വളരെ ഈസിയാണ്. ഇപ്പോൾ അതിൻ്റെ നീളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളം ലെങ്ത് എടുക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു പാവാടയായിട്ട് തയ്ക്കാം, കാൽമുട്ട് വരെയുള്ള പാവാടയായിട്ട് തയ്ക്കാം. കണ്ടോ, 2 ലെയറും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് മേളിൽ നിന്ന് അടിവരെ ചെയ്തു വരാം. കൂട്ടിയെടുക്കാം, കുറച്ചെടുക്കാം. ഇത്തിരി തുണി ഫ്രില്ല് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഈ മെഷർമെൻറ്റിൽ. അപ്പോൾ നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൻ്റെ ഒരു 15 അല്ലെങ്കിൽ മിനിമം 20 ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ എലാസ്റ്റിക് വരയ്ക്കുമ്പോൾ കറക്റ്റ് നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. ഇപ്പം നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ അടിച്ച് വരുന്നതാണ് കേട്ടോ. 2 ലെയറും കൂടി വെച്ചിട്ട് ചീത്ത വശമാണ്, നല്ല വശമല്ല, നല്ല വശവും ചേർത്ത് വെച്ചു. അപ്പം നമുക്ക് പുറത്ത് കാണുന്നത് തുണിയുടെ ചീത്ത വശമാണ്. കണ്ടോ, ആ ഒരു തുണിയുടെ കസവിൻ്റെ ഭാഗം പുറത്തിങ്ങനെ നിൽക്കണ കണ്ടില്ലേ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ട് എത്ര എടുത്തോ അതിൻ്റെ ഡബിൾ എടുക്കുക. ഡബിൾ അല്ലെങ്കിലും അതിന് വെച്ചിട്ട് ഒരു 20 അല്ലെങ്കിൽ 25 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക തുണി. അപ്പോഴേ നമുക്ക് ഫ്രില്ലിൻ്റെ കണക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരു 15 ഇഞ്ചൊക്കെ എക്സ്ട്രാ എടുത്താൽ മതി. വലിയവർക്കാകുമ്പോൾ 20 തൊട്ട് 25 ഇഞ്ച് വീതി വരെ ഉള്ളത് എടുക്കുക. ഇപ്പം നമ്മളത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്താവും, ഈ 2 തുണിയും കൂടിയിട്ട് ഒരുമിച്ച് ഒരു റൗണ്ടാവും. നമ്മൾ നീളത്തിലുള്ള തുണി നമ്മൾ ആ 2 വശം കൂടി നല്ല വശം ചേർത്ത് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ റൗണ്ടാവും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കും. ഇപ്പോൾ നമുക്ക് കുട്ടികളില്ല, അയ്യോ ഇത് വെറുതെ തുണി, ഇത് പഴയൊരു സാരി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഷോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മെഷർമെൻറ്റിൽ ചെറുതായിട്ട് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ ചില സമയം മേൽവശത്ത് ഒന്ന് കൂടിയും കുറഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കട്ട് ചെയ്ത് കറക്റ്റാക്കുക. എല്ലാവർക്കും അങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടല്ലോ, അത് ഫുള്ള് നോക്കുക. ഇത് ഫുള്ള് റൗണ്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ കൺഫ്യൂഷൻ മാറിയല്ലോ. ഇനി നമുക്കത് 1/4 ഇഞ്ചിന് മേളിലൊന്ന് മടക്കിയടിക്കാം. ജസ്റ്റ് 1/4 ഇഞ്ചിൽ മടക്കിയടിച്ച ശേഷം പിന്നെ ഒരു 1.5 ഇഞ്ചിൽ നമുക്ക് നാടയ്ക്ക് വേണ്ടി മടക്കിയടിക്കാം. 1.5 അല്ലെങ്കിൽ 2 ഇഞ്ചിൽ അല്ലെങ്കിൽ 1.5 ഇഞ്ചിൽ നമുക്ക് അതെ വീണ്ടും ഒരു മടക്കൊടി അടിക്കാം. ആദ്യം ഒരു 1/4 ഇഞ്ച് വെച്ച് മടക്കിയടിക്കുക, അതായത് വക്കടിക്കുക എന്ന് പറയും. അതിന് ശേഷം നമുക്ക് 1.5 ഇഞ്ച് മടക്കിയടിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ എങ്ങനെ അടിക്കണം എന്നുള്ളത്. ഈ ഒരു ഇതിപ്പോൾ നമുക്ക് പഴയ സാരി, പഴയ ഷിഫോൺ ഷോളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ തുടക്കക്കാർ ചെയ്യുമ്പോൾ ഷിഫോൺ ഷോളൊന്നും ചെയ്യാൻ നിൽക്കരുത്, പറ്റില്ല. കോട്ടൺ പഴയ ഏതെങ്കിലും ചെറുത്, ഇപ്പോൾ ചെറിയ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞ് സ്കേർട്ട് മാതിരി നമുക്കത് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ പെർഫെക്ഷനാണ് നമുക്ക് കിട്ടേണ്ടത് തുടക്കത്തിലുള്ളവർക്ക്. അതിനാണ് ഞാൻ പറയുന്നത്. ബിഗിനേഴ്സ് ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് പെർഫെക്ഷനാണ്. അപ്പം നമുക്ക് നിങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ ഒരു നീളം വന്നിട്ടൊരു 15 ഇഞ്ച് നീളത്തിലും വീതി വന്നിട്ടൊരു 30 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ട് ചെയ്യുക. കുട്ടികളൊന്നുമില്ല, വലിയ പിള്ളേരൊക്കെ ആയവർക്ക് ഈ ഒരു വീതിയിൽ ചെയ്തെടുക്കുക. ഓക്കെ, ഇത് ഞാനിപ്പോൾ വീണ്ടും മടക്കിയിട്ടുണ്ട്. 1.5 ഇഞ്ചും കറക്റ്റ് 1.5 ഇഞ്ച് വെച്ചിട്ട് വീണ്ടും മടക്കിയിട്ട് നമ്മൾ തയ്ക്കേണ്ടത് മേളിലല്ല, നമ്മൾ ആദ്യം ഇട്ട സ്റ്റിച്ചിൻ്റെ മേലെ തന്നെയാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ 1 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. സോ 1.5 ഇഞ്ച് നമ്മൾ എലാസ്റ്റിക്കിന് വേണ്ടി മടക്കിയിട്ട് നമ്മൾ ആദ്യം ഇട്ട സ്റ്റിച്ചിൻ്റെ മേലെയാണ് അടിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഇത്തിരി താഴെ. മേലേക്ക് പോയാൽ പിന്നെ എലാസ്റ്റിക് കയറില്ല കേട്ടോ, മൊത്തം ചുറ്റി അടിച്ച് വരിക.
അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണ്, നമ്മൾ കുട്ടികൾ ഇല്ല വലിയ കുട്ടികളൊക്കെയാണ്, അങ്ങനെയുള്ളവർ എടുക്കേണ്ട ലെങ്ത്ത് 15 ഇഞ്ച് നീളവും 30 ഇഞ്ച് വീതിയുമുള്ള തുണി എടുത്തിട്ട് ഇതുമാതിരി ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിച്ച മാതിരി പ്രാക്ടീസ് ചെയ്ത മാതിരി ആവും. അപ്പോൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഇനി നമുക്ക് എലാസ്റ്റിക് എടുത്തിട്ട് അതിൽ നമ്മുടെ സൂചി ഇട്ടു കടത്തി സേഫ്റ്റി പിൻ ഇട്ടു. അതിനുശേഷം നമ്മളിപ്പോൾ മടക്കി അടിച്ചപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് അവിടെ വിട്ടിട്ടുണ്ട്. കണ്ടോ ഒരു 1.5 ഇഞ്ച് നമ്മൾ മടക്കി അടിച്ചല്ലോ. അപ്പോൾ അവിടെ മടക്കി അടിക്കുമ്പോൾ തുടങ്ങിയ ഭാഗത്തു നിന്നും അവസാനിപ്പിച്ചില്ല, അതിൽ നിന്നും ഒരു 3 ഇഞ്ച് ബാക്കിലേക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് നമ്മൾ ചുറ്റി റൗണ്ടിൽ ചെയ്ത് വരിക. അപ്പോൾ അതിൽ കൂടെ ചെയ്തത് ഇവിടം വരെ എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 2 ഇലാസ്റ്റിക്കും കൂടി തുമ്പ് കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്ത് വരിക. ഇത് വളരെ ഈസിയാണ്. പിന്നെ എന്താണ്, മക്കൾക്ക് പരീക്ഷയാണതുകൊണ്ടാണ് ഇടയിൽ ഇത്തിരി ഗ്യാപ്പ് വരുന്നത് നമുക്ക് ഈ ബേസിക് ക്ലാസ്സിൻ്റെ. അത് അല്ലാതെ നിർത്തിയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ 5ാമത്തെ ക്ലാസ്സാണ് ബേസിക്കിൻ്റെ, ബിഗിനേഴ്സ് ക്ലാസ്. ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് വീണ്ടും അതിൽ കൂടെ തുമ്പിൽ കൂടെ അടിച്ചു വരിക. കണ്ടോ, അതങ്ങോട്ട് ക്ലോസ് ചെയ്യുക. എലാസ്റ്റിക്കിൻ്റെ മേലെ അടിച്ചിട്ടില്ല. എലാസ്റ്റിക്കിൻ്റെ മേലെ അടിക്കണമെങ്കിൽ എലാസ്റ്റിക് വലിച്ചു പിടിച്ച് അടിക്കണം. അത് നിങ്ങളിപ്പോൾ ബിഗിനേഴ്സ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, അടിപൊളിയായിട്ടുള്ളൊരു സ്കേർട്ട്, വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ, നല്ല ഫ്രില്ല്, നല്ല രസമില്ലേ, മോൾ വശത്തൊക്കെ ചുരുക്കം കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഹിപ്പ് റൗണ്ടിൽ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ ഇതുമാതിരി നല്ല അടിപൊളി നല്ല രസമുള്ളത് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ബേസിക് ക്ലാസ് ഒന്നും നിർത്തിയിട്ടില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും വീഡിയോ. മക്കൾക്ക് പരീക്ഷ ആയതുകൊണ്ടാണ്, എനിക്ക് എല്ലാം കൂടി പറ്റാത്തതുകൊണ്ടാണ് മെല്ലെ കുറച്ച് ഡിലേ ആയി വരുന്നത്. അപ്പോൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് ഇടാൻ മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.